നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കല, സംസ്കാരം, സാഹിത്യം, കായികം. കേരള നടനം എന്ന കലാരൂപം ആവിഷ്കരിച്ചത് ആര്? ഗുരു ഗോപിനാഥ്. കേരള നടനം എന്ന കലാരൂപം ആവിഷ്കരിച്ചത് ഗുരു ഗോപിനാഥ്. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ നാട്യരൂപമാണ് കേരള നടനം. കേരള നടനം സർഗാത്മക നൃത്തമാണ്. അതേസമയം അതിൻ്റെ അടിസ്ഥാനം ശാസ്ത്രീയമാണ്. കേരള നടനം സർഗാത്മക നൃത്തമാണ്. അതേസമയം അതിൻ്റെ അടിസ്ഥാനം ശാസ്ത്രീയമാണ്. കേരള നടനം എന്ന കലാരൂപം ആവിഷ്കരിച്ചത് ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥും രാഗിണി ദേവിയും ചിട്ടപ്പെടുത്തിയ നൃത്തരൂപമാണെങ്കിലും അത് ഇന്ത്യൻ നൃത്തകലയുടെ ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ വേരുറച്ചു നിൽക്കുന്നു. ഗുരു ഗോപിനാഥും രാഗിണി ദേവിയും ചിട്ടപ്പെടുത്തിയ നൃത്തരൂപമാണെങ്കിലും കേരള നടനം ഇന്ത്യൻ നൃത്തകലയുടെ ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ വേരുറച്ചു നിൽക്കുന്നു. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഓട്ടൻതുള്ളൽ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഓട്ടൻതുള്ളൽ. 300ഓളം കൊല്ലം മുൻപ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. 300ഓളം കൊല്ലം മുൻപ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. സാധാരണക്കാരന്റെ കഥകളി എന്നും ഓട്ടൻതുള്ളൽ അറിയപ്പെടുന്നു. സാധാരണക്കാരന്റെ കഥകളി എന്നും ഓട്ടൻതുള്ളൽ അറിയപ്പെടുന്നു. നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷകമാം വിധം ചടുല നൃത്തമായി അവതരിപ്പിക്കുകയാണ് ഓട്ടൻതുള്ളലിൽ. ലളിതമായ വേഷവും നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളുമാണ് തുള്ളലിൻ്റേത്. കഥകളി വാദ്യത്തിൽ പെടാത്തത് ഏത്? തിമില. കഥകളി വാദ്യത്തിൽ പെടാത്തത് തിമില. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ് എന്നിവ. ചില സ്ഥലങ്ങളിൽ പഞ്ചമേളമെന്നും മേളവും ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ പഞ്ചമേളവും ശുദ്ധമേളവും ഉപയോഗിക്കാറുണ്ട്. പഞ്ചവാദ്യത്തിൽ താളം ക്രമീകരിക്കുന്ന പ്രധാന വാദ്യമാണ് തിമില. പഞ്ചവാദ്യത്തിൽ താളം ക്രമീകരിക്കുന്ന പ്രധാന വാദ്യമാണ് തിമില. പുരാതന കലാരൂപങ്ങളായ കൂടിയാട്ടം, ക്ലാസിക്കൽ സംസ്കൃത നാടകം, കൃഷ്ണനാട്ടം, കൃഷ്ണകഥകൾ ചിത്രീകരിക്കുന്ന നൃത്തനാടകം എന്നിവയാണ് കഥകളിയുടെ വേരുകൾ. പുരാതന കലാരൂപങ്ങളായ കൂടിയാട്ടവും കൃഷ്ണനാട്ടവുമാണ് കഥകളിയുടെ വേരുകൾ. ഏത് സംസ്ഥാനത്താണ് മോഹിനിയാട്ടം വികസിപ്പിച്ചത്? കേരളം. നൃത്തരൂപങ്ങളും പിറവിയെടുത്ത സംസ്ഥാനവും മോഹിനിയാട്ടം കേരളം, ഭരതനാട്യം തമിഴ്നാട്, യക്ഷഗാനം കർണാടക. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. മോഹിനിയാട്ടം കേരളം, ഭരതനാട്യം തമിഴ്നാട്, യക്ഷഗാനം കർണാടക, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. കഥകളിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. 1. 17-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തനാടകമാണ് കഥകളി. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളിയുടെ ഉത്ഭവം. വീര കേരളവർമ്മയുടെ കർത്തത്തിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളി വികസിപ്പിച്ചെടുത്തത്. ഏതാണ് ശരി? എല്ലാം ശരിയാണ്. പുരാതന ആയോധന കലകളും കായിക പാരമ്പര്യവും കഥകളിയിലെ ചലനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. കഥകളി പരമ്പരാഗതമായി പുരുഷ മേധാവിത്വമുള്ള നൃത്തമായിരുന്നു. ഇപ്പോൾ ഈ നൃത്തരൂപത്തിൽ സ്ത്രീകൾക്ക് നല്ല സ്ഥാനമുണ്ട്. കഥകളിയുടെ വികാസത്തിന് കേരള കലാമണ്ഡലം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജാപ്പനീസ് നൃത്തരൂപമായ നോ കബൂക്കി എന്നിവയുമായി കഥകളിക്ക് സമാനതകളുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഇന്ത്യൻ ശാസ്ത്രീയ നൃത്ത നാടകമാണ് കഥകളി. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളിയുടെ ഉത്ഭവം. വീര കേരളവർമ്മയുടെ രക്ഷാകർതൃത്വത്തിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്.
കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളി വികസിപ്പിച്ചെടുത്തത്. 2015 ദേശീയ ഗെയിംസ് നടന്നത് എവിടെ? കേരളം. 1924 ലാഹോറിലാണ് ആദ്യ ദേശീയ ഗെയിംസ് നടന്നത്. തുടർന്ന് 2 വർഷം കൂടുമ്പോൾ നടന്നു വരുന്ന ദേശീയ ഗെയിംസ് ഇന്ത്യൻ ഒളിമ്പിക്സ് എന്നറിയപ്പെട്ടിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യമായ ശേഷം ആദ്യം നടന്ന ഇന്ത്യൻ ഒളിമ്പിക്സ് ഗെയിംസിന്റെ വേദി ലക്നൗ ആയിരുന്നു 1948. ഇത് മുതലാണ് ദേശീയ ഗെയിംസ് എന്ന പേര് ലഭിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനാണ് ദേശീയ ഗെയിംസിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ദേശീയ ഗെയിംസിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ദേശീയ ഗെയിംസ് നടന്നത് 1987 35ാമത് നാഷണൽ ഗെയിംസ് 2015 കേരളത്തിൽ നടന്നു. ഇതിൽ സർവീസസ് ആണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത്. കേരളം 2ാം സ്ഥാനത്തെത്തി. 2025 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. ചിഹ്നം മൗളി, ഭാഗ്യചിഹ്നം മൗളി. മുടിയാട്ടം സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതൊരു ഗോത്രവർഗ നൃത്തമാണ്. വടക്കൻ കേരളത്തിൽ നീലിയാട്ടം എന്നും അറിയപ്പെടുന്നു. മദ്ദളം, പറ, കുറു എന്നിവയാണ് വാദ്യോപകരണങ്ങൾ. എല്ലാം ശരിയാണ്. ഇതൊരു ഗോത്രവർഗ നൃത്തമാണ്. വടക്കൻ കേരളത്തിൽ നീലിയാട്ടം എന്നും അറിയപ്പെടുന്നു. മദ്ദളം, പറ, കുറു എന്നിവയാണ് വാദ്യോപകരണങ്ങൾ. തെറ്റായ പ്രസ്താവനകളില്ല. മുടിയാട്ടം എന്ന കലാരൂപം സ്ത്രീകളാണ് അവതരിപ്പിക്കുന്നത്. മദ്ദളം, പറ, കരു, മരം, കൊക്കരോ, ചെണ്ട, തപ്പ്, ഉടുക്ക്, കടുംതുടി, കൈമണി എന്നിവയാണ് മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. താളമേളത്തോടു കൂടിയ നൃത്ത അഭിനയമാണിത്. പാട്ടുപാടിക്കൊണ്ട് വാദ്യങ്ങൾ മുഴക്കുമ്പോൾ സ്ത്രീകൾ കഴുത്തിന്റെ മുകൾ ഭാഗം വട്ടത്തിൽ ചലിപ്പിച്ചും തലമുടി ചുഴറ്റിയും നൃത്തം ചെയ്യുകയാണ് ഇതിന്റെ രീതി. ഗദ്ദികയെക്കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? 1. ഇതൊരു തരം നൃത്തമാണ്. ഗദ്ദികയ്ക്ക് 2 വ്യതിയാനങ്ങളുണ്ട്. നാട്ടുഗദ്ദിക എന്നും പൂജാഗദ്ദിക എന്നും. ഇതിന്റെ രൂപം നൃത്തനാടകം പോലെയാണ്. അതിനൊപ്പം ഉപകരണങ്ങളും ഡ്രമ്മും വായിക്കുന്ന സംഗീതജ്ഞരും ഉണ്ടാകും. മലയാള മാസം മിഥുനത്തിലാണ് ഗദ്ദിക നടക്കുന്നത്. എല്ലാം ശരിയാണ്. ഗദ്ദികയെക്കുറിച്ച് ഇതൊരു തരം നൃത്തമാണ്. ഗദ്ദികയ്ക്ക് 2 വ്യതിയാനങ്ങളുണ്ട്. നാട്ടുഗദ്ദിക, പൂജാഗദ്ദിക. ഇതിന്റെ രൂപം നൃത്തനാടകം പോലെയാണ്. അതോടൊപ്പം ഉപകരണങ്ങളും ഡ്രമ്മും വായിക്കുന്ന സംഗീതജ്ഞരും ഉണ്ടാകും. മലയാള മാസമായ മിഥുനത്തിലാണ് ഗദ്ദിക നടത്തുന്നത്. ഒരു ഗോത്രവർഗ കലാരൂപമാണ് ഗദ്ദിക. പട്ടികവർഗ വിഭാഗത്തിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന അടിയ ഗോത്ര വിഭാഗത്തിന്റെ അനുഷ്ഠാന കലാരൂപമാണിത്. നന്മയുടെ വരവിന് സ്വാഗതം പറയുന്ന നൃത്തരൂപമാണിത്. നാട്ടുഗദ്ദിക പൊതു ഇടങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ പൂജാഗദ്ദിക ആചാരപരമാണ്. നാട്ടുഗദ്ദിക പൊതു ഇടങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ പൂജാഗദ്ദിക ആചാരപരമാണ്. രോഗമുക്തിയും സുഖപ്രസവത്തിനും മറ്റുമായി നേർച്ച പൂർത്തീകരിക്കാനാണ് ഇത് അനുഷ്ഠിക്കുന്നത്. മുക്തിക്കും സുഖപ്രസവത്തിനും മറ്റുമായി നേർച്ച പൂർത്തീകരിക്കാനാണ് ഇത് അനുഷ്ഠിക്കുന്നത്. കേരളത്തിലെ പ്രധാന പൈതൃക കലാരൂപവും ജില്ലകളും തന്നിരിക്കുന്ന ശരിയായ ജോഡി കണ്ടെത്തുക. തിരുവനന്തപുരം കാക്കാരിശ്ശി നാടകം ശരിയാണ്. കാസർഗോഡ് യക്ഷഗാനം ശരിയാണ്. പത്തനംതിട്ട പടയണി ശരിയാണ്. കേരളത്തിലെ പ്രധാന പൈതൃക കലാരൂപങ്ങൾ തിരുവനന്തപുരം കാക്കരിശ്ശി നാടകം, പത്തനംതിട്ട പടയണി, കോട്ടയം അർജുന നൃത്തം, ആലപ്പുഴ വേലകളി. തിരുവനന്തപുരം കാക്കരിശ്ശി നാടകം, പത്തനംതിട്ട പടയണി,
കോട്ടയം അർജുന നൃത്തം, ആലപ്പുഴ വേലകളി. പാലക്കാട് കണ്യാർകളി, കണ്ണൂർ തെയ്യം തിറ കളിയാട്ടം, കാസർഗോഡ് യക്ഷഗാനം. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മാരിയപ്പൻ തങ്കവേലു ഏത് കായിക ഇനത്തിൽ പ്രശസ്തനാണ്? ഹൈജമ്പ്. ഇന്ത്യയുടെ പാരാ ഒളിമ്പിക്സ് താരമാണ് മാരിയപ്പൻ തങ്കവേലു. 2016 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന T42 കാറ്റഗറിയിൽ പുരുഷന്മാരുടെ ഹൈജമ്പിൽ ഇദ്ദേഹം സ്വർണം നേടിയിരുന്നു. 2004 ശേഷം ഇന്ത്യയുടെ ആദ്യ പാരാഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാണ് മാരിയപ്പൻ. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം. ഇപ്പോൾ അതിനെ മുൻ ഹോക്കി താരം ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. 2025 ഖേൽരത്ന അവാർഡ് വിന്നേഴ്സ്: ഹർമൻപ്രീത് സിംഗ് ഹോക്കി, മനു ബാക്കർ ഷൂട്ടിംഗ്, ഗുകേഷ് ഡി ചെസ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. 2025 ഖേൽ രത്ന അവാർഡ് വിന്നേഴ്സാണ് ഹർമൻപ്രീത് സിംഗ് ഹോക്കി, മനു ബാക്കർ ഷൂട്ടിംഗ്, ഗുകേഷ് ഡി ചെസ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. 1992 മുതൽ 2021 ഓഗസ്റ്റ് വരെ ഈ അവാർഡിന് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു പേര്. 2021 ശേഷം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാക്കി. 2021 ശേഷമാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് പേര് മാറ്റിയത്. മുമ്പ് ഇതിന്റെ പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നായിരുന്നു. യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി HS പ്രണോയ്. യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി HS പ്രണോയ്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയ്. ജനനം 17 ജൂലൈ 1992. തിരുവനന്തപുരം സ്വദേശിയാണ്. നിലവിൽ ബാഡ്മിന്റണിൽ ഇന്ത്യയിൽ നിന്നുള്ള 2ാം നമ്പർ താരമാണ്. 2010 പ്രണോയ് യൂത്ത് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയത്. 2018 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. പ്രശസ്ത കലാകാരന്മാരെയും കലാരൂപങ്ങളെയും ചേരുംപടി ചേർക്കുക. A. മാങ്കുളം വിഷ്ണു നമ്പൂതിരി 1 കൂടിയാട്ടം, അമ്മന്നൂർ മാധവ ചാക്യാർ ഭരതനാട്യം, പത്മ സുബ്രഹ്മണ്യം കഥകളി, ഗുരു ഗോപിനാഥ് കേരള നടനം. ശരിയായ ഓർഡർ: മാങ്കുളം വിഷ്ണു നമ്പൂതിരി കഥകളി, അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം, പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം. മാങ്കുളം വിഷ്ണു നമ്പൂതിരി കഥകളി, അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം, പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം, ഗുരു ഗോപിനാഥ് കേരള നടനം തന്നെ. ഗുരു ഗോപിനാഥ് കേരള നടനം. കേരളത്തിന്റെ ഉദാത്ത നാട്യരൂപം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കേരളത്തിന്റെ സംസ്കൃത നാടക കലാരൂപമാണ് കൂടിയാട്ടം. ഈ കലാരൂപത്തെ യുനെസ്കോ അംഗീകരിക്കുകയുണ്ടായി. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നു. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ സംസ്കൃത നാടക കലാരൂപമാണ് കൂടിയാട്ടം. ഈ കലാരൂപത്തെ യുനെസ്കോ അംഗീകരിക്കുകയുണ്ടായി. ഭാരതീയ നൃത്തകലയുടെ പ്രഥമ ഗണനീയ ആചാര്യന്മാരിൽ ഒരാളും കേരള നടനം എന്ന ആധുനിക നൃത്തരൂപത്തിന്റെ ഉപജ്ഞാതാവുമാണ് ഗുരു ഗോപിനാഥ് എന്നറിയപ്പെട്ട പെരുമാനൂർ ഗോപിനാഥൻ പിള്ള. ഭാരതീയ നൃത്തകലയുടെ പ്രഥമ ഗണനീയ ആചാര്യന്മാരിൽ ഒരാളും കേരള നടനം എന്ന ആധുനിക നൃത്തരൂപത്തിന്റെ ഉപജ്ഞാതാവുമാണ് ഗുരു ഗോപിനാഥ്. സുപ്രസിദ്ധ ഭരതനാട്യം നർത്തകിയാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. നൃത്ത സംബന്ധമായ ധാരാളം പുസ്തകങ്ങളുടെ രചയിതാവും നൃത്ത സംവിധായികയുമാണ്. ഭരതനൃത്തം എന്ന പുതിയ നൃത്തശാഖ വികസിപ്പിച്ചു. ഭരതനൃത്തം എന്ന പുതിയ നൃത്തശാഖ വികസിപ്പിച്ചു.
കോവിഡ് അനുബന്ധ പ്രശ്നങ്ങൾ മൂലം അന്തരിച്ച മുൻ ദേശീയ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻ വി ചന്ദ്രശേഖർ എത്ര തവണ ദേശീയ ടേബിൾ ടെന്നീസ് കിരീടം നേടിയിട്ടുണ്ട്? 3. മുൻ ഇന്റർനാഷണൽ പാഡ്ലറുമായ വി ചന്ദ്രശേഖർ 1982 അർജുന അവാർഡ് ജേതാവാണ്. 1982 കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിലെത്തി. 1983 ടോക്കിയോ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 2ാം കാറ്റഗറിയിൽ നിന്ന് 1ാം കാറ്റഗറിയിലേക്ക് മുന്നേറാൻ പ്രധാന പങ്ക് വഹിച്ചു. പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. കൃഷ്ണഗാഥയുടെ രചയിതാവാണ് ചെറുശ്ശേരി. വടക്കംകൂർ രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങിയേ തീക്കായ വേണമെനിക്കുമെന്നും. ഈ വരികൾ ജ്ഞാനപ്പാനയിലേതാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് കൃഷ്ണഗാഥയുടെ രചയിതാവാണ് ചെറുശ്ശേരി. രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തതും തെറ്റാണ്. രണ്ടാം പ്രസ്താവന തെറ്റാണ്. കാരണം ഉദയവർമ്മൻ കോലിത്തിരിയുടെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. മൂന്നാം പ്രസ്താവന തെറ്റാണ്. കാരണം തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങിയ തീക്കായ വേണമെനിക്കുമെന്നും എന്ന വരികൾ കൃഷ്ണഗാഥയിലേതാണ്. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം. കൃഷ്ണഗാഥയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അലങ്കാരം ഉൽപ്രേക്ഷ. കൃഷ്ണഗാഥയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അലങ്കാരം ഉൽപ്രേക്ഷ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. AD 1425 കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത്. രണ്ടും ശരിയാണ്. മലബാർ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പാലക്കാട്ടെ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ച വ്യക്തി H കോമ്പി അച്ഛൻ. എല്ലാ വർഷവും നവംബറിൽ 10ാം ദിവസമാണ് കൽപ്പാത്തി ക്ഷേത്രത്തിലെ ഉത്സവം. കൽപ്പാത്തി രഥോത്സവം പ്രസിദ്ധമാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യം ലഭിച്ചത് കമല സുരയ്യയ്ക്കാണ്. പുരസ്കാരം ഏർപ്പെടുത്തിയത് 1992. 2015 K സച്ചിദാനന്ദൻ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കവിയായി. 2019 വിജയ് ബെന്യാമനാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യം ലഭിച്ചത് കമല സുരയ്യയ്ക്കാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി OV വിജയനാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് കമല സുരയ്യ. 2006. മുട്ടത്ത് വർക്കിയുടെ മലയാള സാഹിത്യത്തിലെ അരങ്ങേറ്റത്തിൻ്റെ 75ാം വാർഷികമായിരുന്നു 2015. അതിനാൽ കവിതയ്ക്ക് അവാർഡ് നൽകാൻ തീരുമാനിച്ചു. 2016 17 മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തിരക്കഥാ രചനയ്ക്കാണ് അവാർഡ് നൽകിയത്. 2021 ലോറസ് പുരസ്കാരം ലഭിച്ച വനിതാ കായിക താരം നവോമി ഒസാക്ക. വർഷം മുഴുവനുള്ള കായിക നേട്ടങ്ങൾക്കൊപ്പം കായിക ലോകത്തെ വ്യക്തികളെയും ടീമുകളെയും ആദരിക്കുന്ന വാർഷിക അവാർഡ് ദാനമാണ് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്. ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ സ്ഥാപക രക്ഷാധികാരികളായ ഡൈലറും റിച്ച് പോണ്ടും ചേർന്ന് 1999 ഇത് സ്ഥാപിച്ചത്. 2025 പുരുഷ വിംബിൾഡൺ വിജയി ജാനിക് സിന്നർ. വിംബിൾഡൺ ഫീമെയിൽ 2025 വിന്നർ സ്വിയാതേക്. ലോകത്തിലെ ഏറ്റവും മികച്ച ഹോക്കി ഗോൾ കീപ്പർക്കുള്ള അവാർഡ് ലഭിച്ച മലയാളി താരം PR ശ്രീജേഷ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ 2020-21 പുരസ്കാരമാണ് ശ്രീജേഷിന് ലഭിച്ചത്. രണ്ട് തവണ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവായ ശ്രീജേഷ് ഇന്ത്യൻ ദേശീയ ടീം മുൻ ക്യാപ്റ്റനാണ്.
രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ 2020-21 പുരസ്കാരത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ. മികച്ച പുരുഷ താരം ഹർമൻപ്രീത് സിംഗ്, മികച്ച വനിതാ താരം ഗുർജിത് കൗർ, മികച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷ്, മികച്ച വനിതാ ഗോളി സവിത പൂനിയ, മികച്ച ഭാവി താരം വിവേക് സാഗർ. മികച്ച ഭാവി താരം ശർമിള ദേവി, പുരുഷ ടീം പരിശീലകൻ ഗ്രഹാം റീഡ്, വനിതാ ടീം പരിശീലകൻ സ്വർദ് മാരിൻ. ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ ചുമതല ഒഴിഞ്ഞു. മറ്റ് പുരസ്കാരങ്ങൾ: മികച്ച പുരുഷ ടീം ബെൽജിയം, മികച്ച വനിതാ ടീം നെതർലൻഡ്സ്. 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിൽ 2024. കൃതി കാട്ടൂർ കടവ്. 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിൽ. 1,00,000 രൂപയും ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവില്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. ഇവയിൽ സോപാന സംഗീതം ഏതൊക്കെ? കൊട്ടിപ്പാടി സേവ, രംഗസോപാനം, അരങ്ങു സംഗീതം. ഓപ്ഷൻ ഡി ഇവയെല്ലാം സോപാന സംഗീതമാണ്. ഇവയിൽ തെറ്റായതേത്? ചാക്യാർ കൂത്തും കൂടിയാട്ടവും നടത്തുന്ന ക്ഷേത്രങ്ങളിലെ പ്രത്യേക അരങ്ങാണ് കൂത്തമ്പലം. ശരിയാണ്. കൂത്ത് നടത്താൻ അധികാരമുള്ള സമുദായം നമ്പ്യാറാണ്. തെറ്റ്. ചാക്യാർ കൂത്തിലെ ജീവനായ രസം ഹാസ്യമാണ്. കറക്റ്റ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം കൂത്ത് നടത്താൻ അധികാരമുള്ള സമുദായം ചാക്യാറാണ്. കൂത്ത് നടത്താൻ അനുവാദമുള്ള സമുദായം ചാക്യാറാണ്. കേരളത്തിലെ പ്രധാന കൂത്തമ്പലങ്ങൾ: ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രം, തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം, മൂഴിക്കുളം ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം മിഴാവ്. മിഴാവ് കൊട്ടാൻ അധികാരമുള്ള സമുദായം അമ്പലവാസി നമ്പ്യാരാണ്. മിഴാവ് കൊട്ടാൻ അധികാരമുള്ള സമുദായം അമ്പലവാസി നമ്പ്യാർ.